വയനാട്ടിലെ നൂൽപ്പുഴയിൽ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനകൾ ഇറങ്ങി. കാട്ടാനകൾ ഇറങ്ങിയത് പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക കൂട്ടിയിട്ടുണ്ട്. കാട്ടാനകളെ തിരികെ കാടിലേക്ക് കയറ്റിയിരിക്കുന്നു. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ആഷിഖ്, ഈ തോക്കുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഓടുന്ന ദൃശ്യങ്ങൾ കാണാനാകുന്നുണ്ട്. ആനകളെ കാട് കയറ്റി, പക്ഷെ വീണ്ടും കാടിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? അതാണോ നാട്ടുകാർക്ക് ആശങ്ക? പിന്നിലെ ആ ഒരു ആശങ്ക നിലവിലുണ്ടെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഇറങ്ങിയ കാട്ടാനകളാണ്. 3 കാട്ടാനകൾ ആ പ്രദേശത്ത് നിലയുറപ്പിച്ചു. സാധാരണഗതിയിൽ രാത്രിയിൽ ഇറങ്ങിയ കാട്ടാനകൾ രാവിലെ ആകുന്ന സമയത്തിനുള്ളിൽ കാട് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് രാവിലെ ആയിട്ടും ഏകദേശം 9-9:30 കൂടിയും ഈ കാട്ടാനകൾ ആ പ്രദേശത്ത് നിന്ന് മാറുന്നില്ല. തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ ഇതിനെ കാട്ടിലേക്ക് തുരത്താനുള്ളൊരു നടപടിയിലേക്ക് കടന്നത്. വയൽ പ്രദേശമാണ്, ജനവാസ മേഖല കൂടിയാണ്. അതുകൊണ്ട് നാട്ടുകാരടക്കം ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. ഈ ആന വലിയ രീതിയിൽ ആളുകൾക്ക് നേരെ തിരിയുന്നില്ലെങ്കിൽ പോലും പ്രദേശത്ത് നിലയുറപ്പിച്ചതാണ് വലിയ രീതിയിൽ ഭീതിയിലാക്കിയത്. പ്രത്യേകിച്ച് രാവിലെ പകൽ സമയത്ത് പോലും 3 ആനകൾ പ്രദേശത്ത്, ഒരു വയൽ പ്രദേശത്ത് നിലനിൽക്കുന്നു. റോഡടക്കമുള്ള നാട്ടുകാരടക്കം റോഡടക്കമുള്ള സ്ഥലത്താണ് ഈ കാട്ടാന നിലയുറപ്പിച്ചത്. തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇതിനെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഏകദേശം 10 മണിയോടുകൂടി കാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സുൽത്താൻ ബത്തേരി നൂൽപ്പുഴ കണ്ണങ്കോടാണ് ഈ ഇന്നലെ രാത്രിയിലത്തെ കാട്ടാന പുറത്തേക്ക് കാട് കയറാതെ ഇരുന്നത്. 3 ആനകളുണ്ട്. തുടർന്ന് വനവകുപ്പ് അടക്കം നടത്തിയ ശ്രമത്തിനൊടുവിൽ അല്പസമയം മുമ്പ് ആന കാട് കയറിയിട്ടുണ്ട്. ഒരു പക്ഷേ വീണ്ടും കാട്ടാൻ ഇറങ്ങാനുള്ള സാധ്യത വനവകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വനമേഖല അതിനാൽ തന്നെ തിരിച്ച് കാട്ടാൻ ഒരുപക്ഷെ രാത്രിയിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാത്രിയിൽ കാട്ടാൻ ഇറങ്ങുന്നത് സ്ഥിരമാണെങ്കിൽ പോലും പകൽ സമയത്ത് ഈ കാട്ടാനകൾ സ്ഥിരമായി ഈ പ്രദേശത്ത് നിലയുറപ്പിക്കുന്നതാണ് ആശങ്കയുള്ളത്. ഒരുപക്ഷെ ഇന്ന് രാത്രി വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത വനവകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. ബിനിൽ, ഓക്കെ, ശരി. വീണ്ടും ആനകൾ കാടിറങ്ങുന്ന സാഹചര്യമുണ്ട്. അതാണ് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ.